നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹായ് അച്യുത്. ഹായ് അങ്കിൾ. എന്തായി ചെയ്യുന്നേ? ഓ, ഇന്റലക്ച്വൽ ഗെയിം ആണല്ലോ. അച്യുത് എത്ര സമയം എടുക്കും ഈ റുബിക്സ് ക്യൂബ് പസിൽ സോൾവ് ചെയ്യാൻ? പണ്ടൊക്കെ 8 മണിക്കൂർ എടുക്കുമായിരുന്നു, ഇപ്പൊ അരമണിക്കൂർ മതി. ആഹാ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ സ്കൂളിൽ നിന്ന് വന്നാ ഉടനെ കളിക്കാൻ തുടങ്ങും അച്യുത്? ഇല്ല അങ്കിൾ, അമ്മ പ്രത്യേകം പറഞ്ഞതാ, വെറുതെ കളിച്ച് നേരം കളയാതെ ഇടയ്ക്കിടയ്ക്ക് പുസ്തകം എടുത്ത് വായിക്കണോന്ന്. അമ്മയുടെ വാക്ക് അക്ഷരം പ്രതി അനുസരിക്കുന്ന കുട്ടിയാണല്ലോ. ഗുഡ്. അച്യുവിന് അമ്മ അത്രയ്ക്ക് ഇഷ്ടമാണോ? അമ്മ ഇടയ്ക്ക് വഴക്ക് പറയുമ്പോ ദേഷ്യവും സങ്കടമൊക്കെ വരും, എന്നാ അപ്പൊ തന്നെ മാറുകയും ചെയ്യും. എന്റെ അമ്മ സൂപ്പറാ. ഈ അങ്കിളിനോടോ? ഈ അങ്കിളിനോട് എത്ര ഇഷ്ടമുണ്ട് അച്യുവിന്? അങ്കിളിനെ ഇഷ്ടാ, പക്ഷേ അമ്മയോട് ഏറ്റവും ഇഷ്ടം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയാ. കറക്റ്റ്. കേൾക്കുന്നവരോട് പ്രിയം പറയുന്നതിനേക്കാൾ മനസ്സിൽ തോന്നുന്ന സത്യം പറയുന്നത് നല്ല ശീലമാ. അച്യുവിനോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ളതാണോ? സത്യമേ പറയാവുള്ളെന്ന് അമ്മ എപ്പോഴും പറയും, അതുകൊണ്ട് കള്ളം പറയില്ല ഞാൻ. കള്ളം പറയുന്നതും പറ്റിക്കുന്നതും പാവാ. സൂപ്പർബ്. നിന്റെ വാക്കുകളും നിന്റെ ശീലങ്ങളും നിന്റെ രീതികളും ഒക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അച്യുത്. ഒരു കുഞ്ഞ് എങ്ങനെയാ വളരേണ്ടതെന്ന് നീ സ്വയം കാണിച്ചു കൊടുക്കുക. എന്റെ മകൻ എന്റെ അടുത്തില്ലെങ്കിലും നീ അടുത്തിരിക്കുമ്പോ അവൻ അടുത്തുള്ളതുപോലൊരു ഫീലാ എനിക്ക്. പലപ്പോഴും നീ എന്റെ സ്വന്തം മകനാണെന്ന് പോലും ഞാൻ വിചാരിച്ചു പോകുന്നുണ്ട്. അങ്കിൾ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ, ഞാൻ അങ്കിളിന്റെ മൂത്ത മകനാ. സ്വന്തം മകനെ തിരിച്ചു കിട്ടുമ്പോ അവൻ എന്റെ അനുജനായി അങ്കിളിനെ രണ്ടാമത്തെ മകനായി വളർത്തിയാ മതി. എന്താ, പറ്റോ? കൊള്ളാം, സമ്മതിച്ചു. അപ്പോഴേ മൂത്ത മകന് അച്ഛനോട് കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ജീവിച്ചിരിക്കുമ്പോ കൂടെ വേണം, അസുഖം വരുമ്പോ ശുശ്രൂഷിക്കണം, മരിക്കുമ്പോ കർമ്മങ്ങൾ ചെയ്യണം, ബലിയിടണം, അങ്ങനെ. അതൊക്കെ മൂത്ത മകന്റെ ഉത്തരവാദിത്തങ്ങളാ. അച്ചു ഇതൊക്കെ ചെയ്യൂ എനിക്ക് വേണ്ടി? ചെയ്യും, ഞാൻ റെഡിയാ. കുഞ്ഞ് ബെഡ്റൂം റെഡിയായി. നേരെ ഒരുപാടായി, നമുക്ക് ചാച്ചിയാലോ? ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. പോവാം. അത് ഭവാനിയമ്മ രാവിലെ നാട്ടിൽ പോണ ലക്ഷണാ. റൂമിലിരുന്ന് ബാഗിൽ തുണിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പോണെങ്കി പോട്ടെന്നേ, വീണ്ടും വീണ്ടും ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ വയ്യ. അപ്പൊ അച്യുത്, ഗുഡ് നൈറ്റ്. ശരി. എന്റെ മകൻ തിരിച്ചു വരുമെന്ന് എനിക്കിപ്പോ നിശ്ചയമില്ല. വന്നാലും ഇല്ലെങ്കിലും എനിക്കിപ്പോ നീ ഉണ്ടെന്നുള്ള ആശ്വാസമാണ് ഇന്നെന്റെ ഏറ്റവും വലിയ ആശ്വാസം. എന്റെ ദുഃഖങ്ങൾ മറക്കാനും സമാധാനത്തോടെ ഉറങ്ങാനുമുള്ള ദിവ്യ ഔഷധമാണ് നീ. അച്യുത്, ഐ ലവ് യു എ ലോട്ട്. തൽക്കാലം ഞാനിതിൽ ഇടപെടാതിരിക്കുന്നതാ നല്ലത്. ഇവരെ മേഘനാഥൻ അയച്ചതാണെന്ന് തീർച്ച.
തൽക്കാലം ഇവന്മാരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി ഇവിടുന്ന് പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ പ്രസാദേട്ടന് സംശയമാവും. സത്യം പറടാ, ആരതിന്റെ പിന്നിൽ? ആർക്ക് വേണ്ടി നീയൊക്കെ ഇത് ചെയ്തേ? സത്യം പറയണം. പ്രസാദേട്ടാ വേണ്ട, മതി, വാ പോവാം. ഇവരാരും ആയിക്കോട്ടെ, ആരാണെന്ന് അറിഞ്ഞിട്ട് നമുക്കൊന്നും നേടാനില്ല. പ്രസാദേട്ടാ അവന്മാരെ വിട്ടിട്ട് വാ, നമുക്ക് പോവാം. വാ വിടഞ്ജലി, അങ്ങനെയൊന്നും വിട്ടുകളയാൻ പറ്റില്ല. ഇന്നിപ്പോ ഞാൻ ഉണ്ടായിരുന്നോണ്ട് ഇവരെ തടഞ്ഞു. നാളെ ഇനി ഞാൻ ഇല്ലാത്തടത്ത് വെച്ച് മറ്റൊരു ശ്രമം നടന്ന ആര് രക്ഷിക്കും? അതുകൊണ്ട് ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയണം. പറയണം, ആരാണ് നിന്നെ അയച്ചത്? പറയാൻ. അവളെ വണ്ടി കയറ്റി കഴിഞ്ഞോ? പുറപ്പെട്ടോ നിങ്ങള്? ആരാ നീ? ഏതെങ്കിലും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്യലാണോ നിന്റെ പണി? എന്താ നിന്റെ പേര്? ഏതെങ്കിലും പെൺകുട്ടിയോ? അവൾ എന്റെ പെണ്ണാടാ, ഇഡിയറ്റ്. എന്റെ സ്വപ്നവും പ്രണയവും ഭാവി ജീവിതമൊക്കെ അവളാ. അങ്ങനെയുള്ള അവളെ എനിക്ക് വേണം, എനിക്ക് കിട്ടിയേ പറ്റൂ. അതിരിക്കട്ടെ, ഇത് ചോദിക്കാൻ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ പറഞ്ഞില്ലേ ഇവള് നിന്റെ പെണ്ണാണെന്ന്? അത് വെറും നിന്റെ തെറ്റിദ്ധാരണയാ. ഇവൾ എന്റെ പെണ്ണാ, എന്റെ മാത്രം പെണ്ണ്. ചുണയുണ്ടെങ്കിൽ നീ ആരാണെന്ന് ആദ്യം പറ, അത് കഴിഞ്ഞിട്ട് മതി നിന്റെ സംസാരം. അതാദ്യം നീ പറയണം. എന്റെ പെണ്ണിന് മേൽ അവകാശം പറയുന്ന നിന്റെ പേരെന്താ? എവിടെയാണ് നിന്റെ സ്ഥലം? അവൾ എങ്ങനെയാണ് നിന്റെ പെണ്ണാവുന്നത്? എങ്ങനെയെന്നല്ല, എല്ലാ അർത്ഥത്തിലും ഇവൾ എന്റെ മാത്രം പെണ്ണാ. എന്റെ കൂടെ ജീവിക്കുന്ന, എനിക്കൊപ്പം പ്രവർത്തിക്കുന്ന എന്റെ മാത്രം പെണ്ണ. അവളുടെ മേൽ അവകാശം പറയുന്ന നിനക്കെങ്ങനെയാ അവളെ അറിയാവുന്നത്? അല്ലെങ്കിൽ തന്നെ സ്വന്തം പെണ്ണിനെ ആരെങ്കിലും ഗുണ്ടകളെ വെച്ച് പിടിപ്പിക്കോ? ആദ്യം അതിനുത്തരം പറ. ഒരു ഉത്തരവും പറയാൻ മനസ്സിലായിരിക്കും. ഒന്ന് മാത്രം നീ ഓർത്തോ, ഞാൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള എന്റെ പെണ്ണ അവള്. ഇന്നിപ്പോ അവള് നിന്റെ പെണ്ണായിട്ടുണ്ടെങ്കിൽ നീ കരുതിയിരുന്നോ, നിന്റെ ആയുസ് അവസാനിക്കാൻ പോവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.